ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു നത്തോലി തോരൻ വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് നത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചത്, പിന്നെ നമ്മുടെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും, പിന്നെ നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. കുഞ്ഞുള്ളി ആണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമ്മുടെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീനുണ്ടല്ലോ, ആ മീനൊന്നിട്ട് കൊടുക്കണേ. അതുപോലെ തന്നെ ആ മീനിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള, കുഞ്ഞുള്ളി ആട്ടോ ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവോള ഇപ്പോൾ ഇടുന്നത്. കുഞ്ഞുള്ളി ഇടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മുടെ കുറച്ച് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി, അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അരഞ്ഞു പോകണ്ട, വെള്ളം ഒഴിച്ചൊന്നും അരയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അങ്ങനെ അത് ചതച്ച് വെച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് ഇനി ഒരു തണ്ട് കുറച്ച് കറിവേപ്പില, നല്ല കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇടണം കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് പുളി വെച്ചിട്ടുണ്ട്, കുടംപുളിയാണ് ഞാൻ ഇടുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയൊരു 2-3 കഷ്ണം അത്ര ഇട്ടാൽ മതി. അതും കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് ഇപ്പം നമ്മളൊരു കണക്കിന് ഇട്ട് കൊടുക്കണം, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാവേ. എന്നിട്ട് അത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. സ്പൂണിട്ട് ഇപ്പം നമ്മൾ ഫോർമാലിറ്റിക്ക് വേണ്ടി സ്പൂണിട്ടൊന്നും ഇളക്കണമെന്നൊന്നുമില്ല, നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണേ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, ഒരുപാടൊന്നും വേണ്ട, ഒരു കുറച്ച് ആ മീനൊന്ന് വേഗം അത് വേകാനായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇനി നമ്മളത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് കുറച്ച് ഒന്ന് ഇളക്കി സ്റ്റൗവിൽ വെച്ച് കുറച്ച് നേരം ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണേ. കുറച്ച് നേരം അതവിടെ ഇരിക്കട്ടെ. അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് നല്ല വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മീൻ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. കുത്തി ഇളക്കരുതേ, പൊടിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഒരു കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം കുറവായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെന്ത് ഈ ഒരു പാകത്തിനായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ആദ്യം ഒന്നും വഴറ്റിയിട്ടൊന്നുമില്ല, എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ മുകളിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗ അങ്ങോട്ട് ഓഫാക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നത്തോലി പീര വറ്റിച്ചത് അല്ലെങ്കിൽ നത്തോലി തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.